പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. അപ്പം ഞാൻ അനുഭവിച്ച ഈശോയെ പങ്കുവെക്കുക ഒരുപാടൊന്നുമില്ല. എന്നെക്കാൾ ഒരുപാട് അനുഭവമുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അനുഭവിച്ച കുഞ്ഞനുഭവങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിലുണ്ടല്ലോ ഏഷ്യ 49:14 സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുവോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ വചനം ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രത്യാശ തന്നൊരു വചനമാണ്. ഒരുപാട് പ്രത്യാശ തന്നതാണ്. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നെ ഭയങ്കര തരികിട കാണിച്ച് നടന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിച്ചതൊക്കെ. അപ്പം എന്നെ ഒരുപാട് ഞാൻ 2 ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ആ 2 ഹോസ്റ്റലിൽ നിന്ന് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സ്വഭാവം കാരണം തന്നെയാണ്. അത്രയും നല്ല സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ നിന്ന് അവരുടെ 100% പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്വഭാവം കാരണമാണ് പറഞ്ഞു വിട്ടത്. അപ്പം വേറെ ഏത് സ്കൂൾ എന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ 100% പോകുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പം 10ാം ക്ലാസ്സിൻ്റെ പകുതി കൂടിയായി. അപ്പോൾ പിന്നെ വേറൊരു സ്കൂൾ എന്നെ എടുക്കത്തില്ല. കാരണം എന്നെ പറ്റിയുള്ള ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ പക്ഷേ ഏതോ ഒരു സ്കൂൾ എൻ്റെ അടുത്ത് കരുണ കാണിച്ച് എന്നെ എടുത്തു. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈശോ എനിക്ക് ഫുൾ A+ തന്നു. അനുഗ്രഹിച്ചേ. ഈശോ എനിക്ക് ഫുൾ A+ തന്നു. അത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ഈശോ ഫുൾ A+ തന്നു. അതൊന്നുമല്ല വലിയ കാര്യം. ഞാനിങ്ങനെ ഒരുപാട് റീൽസും ഡാൻസും എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേർ പോകുന്നൊരു വഴിയില്ല. എൻ്റെ ഡ്രസ്സിങ് ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. ഞാനിങ്ങനെ റീൽസ് ചെയ്ത് ഡാൻസ് കളിച്ച് പാട്ട് പാടി എനിക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ഞാൻ കാണാത്ത ഒരു സിനിമയില്ല, ഞാൻ കേൾക്കാത്ത പാട്ടില്ല, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു രീതിയായിരുന്നു എൻ്റെത്. അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഒരു ഈശോയിലേക്ക് കയറ്റാൻ വേണ്ടിയാവും എന്നെ ഒരു ലോവസ്റ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടിട്ടു. എല്ലാം മാറി. എന്നാ പറയുക, വെറുക്കപ്പെട്ടവളും പരിത്യക്തി ആയവളെന്നൊക്കെ ബൈബിളിൽ പറയണില്ലേ, അതുപോലെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരവസ്ഥ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥ, ആരും ഇല്ലാത്ത ഒരവസ്ഥ. ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഒരു മനുഷ്യരില്ല എൻ്റെ കൂടെ. എൻ്റെ പറഞ്ഞ ഫ്രണ്ട്സ് ഇല്ല. എൻ്റെ ഇൻസ്റ്റഗ്രാമിന് എൻ്റെ റീൽസിനൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവരൊന്നും എൻ്റെ ആ ഒരു അവസരത്തിൽ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വെറുക്കപ്പെട്ടു. പക്ഷേ എൻ്റെ ആ പാപം നിറഞ്ഞ അവസ്ഥ, എൻ്റെ ആ ചീത്ത സ്വഭാവം ഒക്കെ കാരണമായിരിക്കും എന്നെ വെറുത്തത്. പക്ഷെ ആ സമയത്ത് എനിക്ക് പ്രത്യാശ തന്ന ഒറ്റൊരാൾ ഈശോയെ എനിക്ക് പ്രത്യാശ തന്നത്. ഈശോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അപ്പം ആ ഒരു വചനം ഇങ്ങനെ കയറി. അപ്പം എൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായേ. ഹ്യൂമൻ ബീങ്സ് ആർ ലിമിറ്റഡ് ബീങ്സ്. മനുഷ്യന് പരിമിതികളുണ്ട്. മനുഷ്യനെ സ്നേഹിക്കാൻ പരിമിതികളുണ്ട്, ക്ഷമിക്കാൻ പരിമിതികളുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഈശോ അങ്ങനെയല്ല. ഈശോയുടെ സ്നേഹത്തിന് കണ്ടീഷനില്ല. ഈശോയുടെ സ്നേഹത്തിന് ഒരു കണ്ടീഷനും ഇല്ല. ഈ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയണില്ലേ, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയത്തില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. നിന്നോട് കരുണയുള്ള കർത്താവ്. കരുണ = സ്നേഹം. ഈശോയുടെ സ്നേഹമാണ് ഈശോയുടെ കരുണ. അപ്പോൾ ഈ കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുക, മലകൾ അകന്നു പോയേക്കാം, മലകൾ കുന്നുകൾ. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മലകളുണ്ടായിരുന്നേ. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് തണലായിട്ട് നിൽക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവരൊക്കെ അകന്നുപോയി. ഈ മലകളും അകന്നുപോയി, കുന്നുകളും എല്ലാം അകന്നുപോയി. അന്നേരം ഈശോയുടെ സ്നേഹം മാത്രം ഒരു പാറ പോലെ ഇങ്ങനെ നിന്നു. ഈശോയുടെ സ്നേഹത്തിന് മാത്രം ഒരു വ്യത്യാസവും വന്നില്ല. അതിങ്ങനെ ഒരു പാറ പോലെ നിന്നേ. അപ്പം
ഈശോയുടെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയാണ് അചഞ്ചലമായ സ്നേഹം. നമ്മളെ ഒരിക്കലും പിരിയാത്ത സ്നേഹം. എൻ്റെ സ്നേഹം നിന്നെ പിരിയത്തില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. ഈ സമാധാന ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്ത് ഈശോ ഇങ്ങനെ ഉടമ്പടി ചെയ്യും. ഈശോ ചെയ്യുന്ന ഉടമ്പടി എന്നാന്ന് വെച്ചാൽ, നീ എൻ്റേതും ഞാൻ നിൻ്റേതുമായിരിക്കും, നീ എൻ്റേതും ഞാൻ നിൻ്റേതുമായിരിക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനത്തെ കൂടെ ഞാൻ നല്ലതായിരിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഈശോ അല്ല. ഞാൻ മോശമായി പോകുന്ന സമയത്ത് എന്നെ വെറുക്കുന്ന ഈശോ അല്ല. ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോയുടെ സ്നേഹത്തിന് ഒരു മാറ്റമില്ല. ഈശോയുടെ സ്നേഹം അചഞ്ചലമായിട്ട് പിരിയാതെ ഇങ്ങനെ നിൽക്കുക. പിന്നെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാന്ന് പറയുന്നില്ലേ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഇപ്പോൾ ഒരു സൂര്യൻ എടുത്തു, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാതെ നിൽക്കുക, ഇങ്ങനെ ഫുൾ ടൈം പ്രകാശം തന്നുകൊണ്ട് നിൽക്കുക. ഭയങ്കര ഇങ്ങനെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ പ്രകാശം പോലെ, ഇങ്ങനെ സൂര്യകിരണങ്ങൾ പോലെ, ഇങ്ങനെ പ്രകാശം പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹത്തിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പം അതുപോലെ പക്ഷേ അവിടെ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ പാപമാകുന്ന കാർമേഘം വന്ന് മൂടും. ആ പാപമാകുന്ന കാർമേഘം വന്ന് മൂടുന്ന സമയത്ത് ഈ പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ സഞ്ചരിക്കാൻ വേണ്ടി പറ്റാതെ വരുന്ന സമയത്താണ് നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാതെ പറ്റാതെ പോകുന്നത്. നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്, ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. അപ്പം പക്ഷേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആ സ്പേസ് ഇങ്ങനെ ഫില്ലാവാതെ വരുന്ന സമയത്ത് ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ സംഭവം അങ്ങോട്ട് നിറയ്ക്കാൻ വേണ്ടി നോക്കും. എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇങ്ങനെ ഓരോ ലോകത്തിൻ്റെതായ ലോകാരൂപിയിലുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഈ എംപ്റ്റി സ്പേസ് നിറയ്ക്കാൻ വേണ്ടി നോക്കും. പക്ഷേ നമുക്കതിലൊരു ഇത് കിട്ടത്തില്ല, നമുക്ക് തൃപ്തി വരത്തില്ല. പക്ഷെ അവിടെ നിറയേണ്ടത് ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നിറയാതെ അവിടെ ആ ഒരു സ്പേസ് ഫില്ലാവത്തില്ല. അപ്പം പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ പറയുന്നില്ലേ, ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം അവസാനം വരെയുള്ള സ്നേഹമാണ്, അവസാനം വരെ. എന്നതിൻ്റെ അവസാനം ഈശോയുടെ അന്ത്യശ്വാസത്തോടെ ഈശോ നമ്മളെ സ്നേഹിക്കുക. നമ്മളെ നേരം വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ, ഓരോ പ്രഭാതത്തിൽ ഈശോയുടെ സ്നേഹം പുതിയതാണ്. ഞാനിങ്ങനെ രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ട് കിടക്കുമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട്, കുഞ്ഞു കാരണമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ കിടക്കും. പക്ഷേ പിറ്റേ ദിവസം ഞാൻ എണീക്കുമ്പോഴത്തേക്ക് എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, അതങ്ങോട്ട് മറന്നു പോകുക. പിന്നെ പുതിയതാ. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഈശോയുടെ സ്നേഹം ഓരോ സമയത്തും പുതിയതാ, ഓരോ പ്രഭാതത്തിലും പുതിയതാ. നമ്മളിങ്ങനെ പണ്ട് കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശോയുടെ സ്നേഹം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഈശോ പറയുന്നത് എൻ്റെ സ്നേഹം പുതിയതാ, അന്ന് കഴിഞ്ഞു, എൻ്റെ സ്നേഹം പുതിയ സ്നേഹമായിട്ട് ഈശോ വരുന്നത്. അപ്പോൾ ഞാനുണ്ടല്ലോ, ഈ രാവിലെ എണീറ്റ് കുർബാനയും കൂടെ സ്വീകരിച്ച് കഴിയുമ്പം പിന്നെ എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല, അതങ്ങോട്ട് മറന്നു പോയി. എന്തിനാ ഞാൻ കരഞ്ഞത് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാനുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്ന ഈശോയുടെ സ്നേഹം ഈ സ്നേഹം എനിക്ക് കിട്ടി. ഈ സ്നേഹം എനിക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് എൻ്റെ എല്ലാം മാറിപ്പോയി. ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ചായി. എന്നെ ജീവൻ തന്ന് സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ട്. ഓരോ ദിവസവും എന്നെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ഈശോ ഉണ്ട്. ഈ സ്നേഹം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫ് അങ്ങോട്ട് ചേഞ്ച് ആവുന്നത്. അതായത് ഈ ഈശോയുടെ സ്നേഹം മനസ്സിലായി കഴിയുമ്പം നമുക്ക് പാപം ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല ഈശോയുടെ സ്നേഹം. ഞാൻ വിശുദ്ധയായിട്ടുണ്ടെങ്കിൽ ഈശോനെ സ്നേഹിക്കും, ഞാൻ അശുദ്ധയാണെങ്കിൽ ഈശോനെ സ്നേഹിക്കും, ഞാൻ പാപം ചെയ്താലും ഈശോനെ സ്നേഹിക്കും, ഞാൻ പാപം ചെയ്തില്ലേലും ഈശോനെ സ്നേഹിക്കും. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പാപം ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല. അത് ഈശോയുടെ സ്നേഹം. എന്നെ അത്രമാത്രം ജീവൻ തന്ന് സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. അപ്പോൾ ആ അപ്പന് വേണ്ടിയിട്ട് ഞാൻ പിടിച്ച് കയറുക, ആ അപ്പൻ്റെ സ്നേഹത്തെ പിടിച്ച് ഞാൻ കയറുക. എത്രമാത്രം പാപത്തിൻ്റെ പടുകുഴിയിൽ പോയി കിടക്കുന്ന ആളാണെങ്കിലും ഈശോയുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും. അവർ പാപത്തെ ഉപേക്ഷിക്കും, പാപത്തിൻ്റെ സാഹചര്യത്തെ ഉപേക്ഷിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് വിശുദ്ധരെ പറ്റി അറിയാം. വിശുദ്ധ മഗ്ദലേന അറിയാം. പാപത്തിൻ്റെ കുഴിയുടെ ഇങ്ങനെ എല്ലാത്തിൻ്റെ നടുക്ക് കിടന്ന ഒരാളാണ്. പക്ഷേ ഈശോയുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ലൈഫ് അങ്ങോട്ട് മൊത്തത്തിൽ ചേഞ്ച് ആവുക. പിന്നെ പുതിയ ആളാണ്, വിശുദ്ധ മഗ്ദലേന മറിയമായിട്ട് മാറുക.
അതുപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ അറിവ് നേടാൻ വേണ്ടി, ലോകത്തിൻ്റെ അറിവ് നേടാൻ വേണ്ടി ഇങ്ങനെ പോയ ഒരാളാണ്, ഒരുപാട് അറിവിന് വേണ്ടി പോയ ഒരാളാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അഗസ്തീനോസിൻ്റെ ലൈഫ് ചേഞ്ച് ആവുക. അഗസ്തീനോസിന് വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ച ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഈശോയുടെ സ്നേഹം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, വിശുദ്ധ അഗസ്തീനോസായി മാറുക, വിശുദ്ധനായി മാറുക. അപ്പോൾ എത്ര വലിയ പാപിയുടെ, എത്ര വലിയ മാരക പാപിയുടെ മുന്നിലാണെങ്കിലും വിശുദ്ധൻ എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി കിടക്കുക. കാരണം ഇത്രയും വലിയ പാപികളും വിശുദ്ധരായിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തുകൊണ്ട് വിശുദ്ധരായിക്കൂടാ? അപ്പം ഇവരുടെയൊക്കെ ലൈഫിൽ ഈശോയുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെയൊക്കെ പാപത്തെയും പാപ സാഹചര്യത്തെ ഉപേക്ഷിക്കും. ഈ ഈശോയുടെ സ്നേഹം തിരിച്ചു കഴിഞ്ഞാൽ പാപത്തെ ഉപേക്ഷിക്കും, പാപത്തിൻ്റെ സാഹചര്യത്തെ ഉപേക്ഷിക്കും. പാപത്തിൻ്റെ സാഹചര്യം ഉപേക്ഷിക്കാതെ നമുക്കൊരിക്കലും പാപത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്നാ വെച്ചാൽ, ഇപ്പം ഈ രോഹിക്കച്ചനടിക്ക് പറയാറുള്ളതാ, നമ്മൾ ഒരു കാറിൻ്റെ അകത്ത് ഇരിക്കുകയെന്ന് വിചാരിച്ചോ. കാറിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ AC ഓണാക്കി ഇടുക. ആ AC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ കാറിൻ്റെ അകത്ത്. അപ്പം ഉള്ളിൽ തണുപ്പ് വെക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്നാ സംഭവിക്കുക? അതെല്ലാം പോയി പോവും, അത് വേസ്റ്റായി പോവും. ആ AC കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാറിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെ ഈശോയുടെ സ്നേഹം ഒഴുകുന്നത്, ഈ AC ഒഴുകുന്ന പോലെ ഈശോയുടെ സ്നേഹം അങ്ങോട്ട് ഒഴുകുക. പക്ഷേ നമ്മൾ ആ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ സംഭവിക്കും? ആ സ്നേഹമൊക്കെ വേസ്റ്റ്, അതൊക്കെ അങ്ങ് പോകും, നമുക്ക് കിട്ടത്തില്ല, നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പാപത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ഉപേക്ഷിക്കും, പാപത്തിൻ്റെ എല്ലാ സാഹചര്യത്തെ ഉപേക്ഷിക്കും. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ലോർഡ് ഓഫ് ദ എന്നാ അസീസിന്ന് സ്വന്തം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. അവരുടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൻ എന്താ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ബിസിനസ്, ഇങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ, എല്ലാ സ്വത്ത് സുഖം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ സ്നേഹം കടന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രാൻസിസ് അസീസി മാറിപ്പോകുക, വിശുദ്ധ ഫ്രാൻസിസ് ആയിട്ട് മാറിപ്പോവുക. അപ്പം അതുപോലെ എൻ്റെ ലൈഫിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഫുള്ള് വേറെ ലെവലായിരുന്നു. പക്ഷേ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഞാൻ സിനിമ കാണാറില്ല, എനിക്കതൊക്കെ ഇറിറ്റേഷനായിട്ട് മാറി. ഞാൻ സിനിമ പാട്ട് പാടാതെ നടക്കുന്ന ഒരു സമയമില്ലായിരുന്നു. എനിക്ക് എപ്പോൾ നോക്കിയാലും ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് മാറി, ഈശോയുടെ സ്നേഹം കിട്ടിയപ്പോഴത്തേക്കും ഡെലിവറൻസ് കിട്ടി. ആ ബന്ധം അങ്ങോട്ട് അഴിഞ്ഞു പോയി. അത് അങ്ങോട്ട് അഴിഞ്ഞു പോയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. കാരണം വിലയുള്ളത് എനിക്ക് മനസ്സിലായി. വിലയുള്ള ഒന്ന് ഈ ലോകത്തുള്ളൂ, ഒന്ന് ഈ ലോകത്തുള്ളൂ, അത് ഈശോയാണെന്നും നിത്യജീവനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വേറൊന്നും വിലയുള്ളതല്ല ഈ ലോകത്ത്, നിത്യജീവനം മാത്രമേ വിലയുള്ളൂ. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി എന്തൊക്കെ ഉണ്ടാക്കി, ഒരുപാട് ഉണ്ടാക്കി, എന്നാ സ്വത്ത് ഉള്ളതൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഉണ്ടല്ലോ, ആ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ സ്വത്തൊക്കെ എൻ്റെ ശവക്കുഴി വരെ ചെതറിച്ചിരണം. ആൾക്കാരൊക്കെ കാണണം, ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഒക്കെ ഞാൻ ഇവിടെ ഇട്ടേച്ചാ പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ഈ ഡൊമിനിക്കച്ചൻ പറയാനുള്ള കാര്യമുണ്ട്. ശരിക്കും മാനസാന്തരപ്പെട്ട ഒരാൾ അവൻ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കത്തില്ല. നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ടോ എന്ന് അറിയണമെങ്കിൽ അത് ഓർത്താൽ മതി. നമ്മൾ പിന്നെ ദൈവത്തോട് വേറൊന്നും ചോദിക്കത്തില്ല. എനിക്ക് അമേരിക്കയിൽ പോകുന്ന വിസ ശരിയാക്കി തരണേന്നോ, എൻ്റെ രോഗം മാറ്റി തരണേന്നോ, എനിക്ക് വീട് വെച്ച് തരണേന്നോ, എനിക്ക് അതുണ്ടാക്കി തരണേ ഇതുണ്ടാക്കി തരണേന്നൊന്നും ഈശോയുടെ അടുത്ത് നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ ഒറ്റ കാര്യം ചോദിക്കത്തുള്ളൂ, അവിടെ ഈശോയുടെ അടുത്ത് നിത്യഭവനത്തിൽ എനിക്ക് ആയിരുന്നാൽ മാത്രം മതി. അങ്ങനെ വരുന്നവനാണ് ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒറിജിനൽ മാനസാന്തരം അല്ലെന്നാണ് ഡൊമിനിക്കച്ചൻ പറയുന്നത്. അപ്പം നമ്മൾ നോക്കി നോക്കുക, നമ്മുടെ മാനസാന്തരം ശരിക്കുള്ള മാനസാന്തരമാണോ? പിന്നെ ഒന്ന് ചോദിക്കുക, നമുക്കറിയാം സക്കേവൂസ് ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിക്കോ, ഇങ്ങനെ നേടി, ഒരുപാട് സമ്പത്ത് നേടി. പക്ഷേ ഈശോയെ കണ്ടു മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സക്കേവൂസിന് ചേഞ്ച് ഉണ്ടാവുക, സക്കേവൂസ് ആകെ മാറിപ്പോകുക. പിന്നെ സക്കേവൂസ് എനിക്കുണ്ടായിരുന്നതൊക്കെ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, എനിക്കുണ്ടായിരുന്നതൊക്കെ ഞാൻ ഇരട്ടിയായിട്ട് കൊടുക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ മാറി. പിന്നെ ഈശോയെ മാത്രം മതി. അതുപോലെ എത്ര ആൾക്കാരെ ഈ ബൈബിളിലുണ്ടല്ലോ, ഈശോയെ കണ്ടുമുട്ടിയവരും ഈശോയെ കണ്ടവരൊക്കെ മാറിപ്പോയി. അവർക്കൊക്കെ പിന്നെ ഈശോയെ മതി. അപ്പോൾ നമ്മുടെ ലൈഫിൽ
ഞാൻ പറഞ്ഞില്ല, എനിക്ക് +2 കഴിഞ്ഞു. ഞാനിങ്ങനെ +2 കഴിഞ്ഞിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലയിലൊരു ട്യൂമറുണ്ട്. അത് 2 സർജറി കഴിഞ്ഞു, ഒരു റേഡിയേഷൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ, ഞാൻ ശരിക്കും ഒരു പേടിത്തോണ്ടിയാണ്. ഒരു ഇൻട്രോവേർട്ടായിട്ട് നടന്ന ഒരാളാണ്. എനിക്ക് ധൈര്യമൊന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ മൈക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടകിടാ വിറയ്ക്കുമായിരുന്നു. ഞാൻ മൈക്ക് എടുക്കത്തില്ലായിരുന്നു. ഞാനിങ്ങനെ നമ്മുടെ ലേഖനമൊക്കെ വായിക്കാൻ വേണ്ടി ഞാൻ ഹോസ്റ്റലിൽ നിന്നേ. അപ്പോൾ ഈ ലേഖനമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ കയറണമല്ലോ. ആൾക്കാരെ കയറി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ 2 കാലും കിടന്ന് വിറയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഇത് വിറച്ച് ഇങ്ങനെ കയറി വരുവേ. അവസാനം എൻ്റെ തല ഇങ്ങനെ കിടന്ന് ഷെയ്ക്കാവും. പിന്നെ എൻ്റെ കണ്ണ് ഫുൾ ബ്ലറാവും. എനിക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ പകുതി വായിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. മൊത്തം വായിച്ചു തീർക്കാതെ, ലേഖനമൊക്കെ മൊത്തം വായിച്ചു തീർക്കാതെ ഞാൻ പകുതിക്ക് ഇട്ടിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പരിശുദ്ധാത്മാ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ പഴയ ശരിക്കും 20 വർഷം ഞാൻ ഈ ലോകത്ത് 20 വർഷം അത്രയും വർഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പേടിത്തൊണ്ടിയായിട്ടാണ് ജീവിച്ചേ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു, കണ്ണിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലുണ്ടോ, ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവം. എല്ലാം നമുക്ക് ശരിക്കും ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വിശ്വാസം കൂടെയാണ്. വിശ്വാസം, അതായത് നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഡൊമിനിക്കച്ചൻ പറയാറുണ്ടേ, ഞാനിങ്ങനെ ഒരു കൺവെൻഷനിൽ കേട്ടതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കുക, ഡു യു ബിലീവ് ഇൻ ജീസസ്? അപ്പം ഞാനിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് യെസ് ഐ ബിലീവ് ഇൻ ജീസസ്, എനിക്ക് വിശ്വാസമാണ്. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ ജീസസ്? അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. യെസ് ഐ ബിലീവ് എന്ന് പറയുന്നുണ്ട്. അതെന്തോ ഇംഗ്ലീഷ് കൊങ്കണിക്കാരുടെ കൺവെൻഷൻ ആയിരുന്നു. അപ്പം യെസ് ബിലീവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും ഇവിടെ ഓൺലൈനായിട്ട് കൂടിക്കൊണ്ട് പറഞ്ഞു യെസ് ഐ ബിലീവ്. ഭയങ്കര ഉറക്കം ഞാൻ പറഞ്ഞു യെസ് ഐ ബിലീവ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ ചോദിച്ചേ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടെന്ന് അമ്മയ്ക്കറിയാം അല്ലേ? ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ രൂപപ്പെടുന്ന സമയത്ത് ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടെന്ന് അമ്മയ്ക്ക് ഭയങ്കര ബോധ്യമുണ്ട്. അപ്പോൾ അമ്മ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഈ കുഞ്ഞ് വയറ്റിലുണ്ടെന്നുള്ളൊരു ചിന്തയോടെയാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് പേഴ്സൺ, അതായത് ആ ഒരു അമ്മയല്ലാതെ ഒരു മനുഷ്യനും കൂടെ ഉള്ളിലുണ്ട്. ഉള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഭയങ്കര സൂക്ഷ്മതയായിരിക്കും. നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഭയങ്കര ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ എന്നൊരാൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ആ ഒരാൾ അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെ കുഞ്ഞിരിക്കുന്നോ അതുപോലെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഒരു പേഴ്സൺ, ഒരു വ്യക്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് എന്ന് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് വീണ്ടും ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ ജീസസ്? ആ ഒരു ബോധ്യമുണ്ടോ? അപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ വേണ്ടി പറ്റുമോ? പാപം ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരാൾ സൂക്ഷിക്കണം. വയറ്റിലൊരാളുണ്ട്, ആ ഹൃദയത്തിലൊരാളുണ്ട്. അപ്പം വേറൊരാൾ വളർന്നു വരുന്നുണ്ട്. ആ ഒരാളെ നമ്മൾ സൂക്ഷിക്കണം. ആ ഒരു ബോധ്യം ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടോ? ഞാനപ്പോൾ അത്ര നേരം യെസ് ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേ ഒന്നും മിണ്ടിയില്ല. അവിടെയുള്ള ആൾക്കാരും ഒന്നും മിണ്ടിയില്ല. അപ്പം ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ ശരിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ ഡൊമിനിക്കച്ചനോ അല്ലെങ്കിൽ അവിടെയുള്ള അച്ഛന്മാരാരെങ്കിലോ ഇങ്ങനെ കൺവെൻഷന് പോകുന്ന ധ്യാനത്തിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാരെ ഇതൊന്ന് പറഞ്ഞു തരും. എൻ്റെ മനസ്സിലുള്ള കാര്യം അവർ ആൾക്കാരെ തന്നിട്ട് എനിക്ക് ആൻസറായിട്ട് പറഞ്ഞു തരും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചിന്ത എനിക്കുള്ള സമയത്ത് ഞാൻ അവിടെ ധ്യാനത്തിന് പോയ സമയത്ത് ഒരു ജെയ്സൺ ബ്രദർ എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. ആ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു ചെറുക്കൻ കൊച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറുക്കൻ കൊച്ചിന് ദിവ്യകാരണത്തിൽ ഈശോ ഉണ്ടെന്നുള്ള അറിവുണ്ട്. പക്ഷെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ സാധനം വരാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര സങ്കടപ്പെട്ട് വന്നു. അപ്പം ഈ ജെയ്സൺ ബ്രദർ പറഞ്ഞെടുത്ത പ്രാർത്ഥനയുണ്ട്, പിതാവേ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ഒരു വരമായിട്ട് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് ഈശോ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എനിക്കൊരു യോഗ്യതയില്ല. കാരണം അമ്മ അതിൻ്റെ അവസ്ഥയിൽ കൂടെ കിടന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ കരുണ, ഈശോയുടെ കൃപയോ ഒന്നുകൊണ്ട് മാത്രം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും ഇതുപോലെ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിതാവേ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ഒരു വരമായിട്ട് എനിക്ക് തരണേ. അതുപോലെ തന്നെ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മൾ ശിഷ്യന്മാരൊക്കെ എന്നെ പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അവർ വരെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നമ്മളൊക്കെ മനുഷ്യരാണ്, ബലഹീനത ഉണ്ടാകും. പക്ഷേ കർത്താവിൻ്റെ കൃപ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു.
നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊന്നും അറിയത്തില്ല, പക്ഷേ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പം നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. ഞാൻ ബലഹീനയായിരുന്ന സമയത്താണ് ഈശോയുടെ ശക്തി പൂർണ്ണമായിട്ട് എന്നിൽ പ്രകടമായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൂർണ്ണമായ എന്നെ ആ ഒരു അൾട്ടിമേറ്റ് എന്നാ പറയുക, ഏറ്റവും അറ്റത്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് കൂടുതൽ 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 ഓരോ ദിവസം കൂടുമ്പോഴും ഈശോയോടുള്ള സ്നേഹവും വിശ്വാസവും ഇങ്ങനെ കൂടിക്കൊണ്ട് വരിക, കുറഞ്ഞു വരുന്നില്ല. ഇന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ ജപമാലയെ കുറിച്ച്. അപ്പോൾ ഈ ജപമാല ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഈശോയുടെ സ്നേഹം അറിഞ്ഞു. അപ്പോൾ ഈശോയിലേക്ക് വന്നു. അപ്പം എൻ്റെ ചിന്ത മൊത്തം ഈശോയിലേക്ക് പോകുക. അപ്പോൾ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഡയറക്റ്റ് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഡയറക്റ്റ് ഈശോയെ സ്നേഹിക്കണം. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ വീണ്ടും വീണു പോകുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ അച്ഛൻ രാവിലെ പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് എങ്ങനെ കയറി വരണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ധ്യാനത്തിന് പോയ സമയത്ത്, നമ്മുടെ ഇവിടെ ചെമ്പേരി കൺവെൻഷൻ വന്നില്ലേ, കൃപാഭിഷേകം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തോമസ് അച്ഛൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ജപമാലയെ കുറിച്ചുള്ള കാര്യം പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്നോട് പറയുന്ന പോലെ ആ സെയിം സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും, എങ്ങനെ കയറി വരണം. അപ്പോൾ ഇങ്ങനെ തോമസ് അച്ഛൻ പറഞ്ഞു, അതായത് പിശാച് ഒരു വ്യക്തിനെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പിശാച് എന്നെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ കൊണ്ട് ജപമാല മുടക്കിപ്പിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കും. ഈ ഒരു സാധനം എപ്പോഴോ എൻ്റെ തല കയറിയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കും. അപ്പം പരിശുദ്ധ അമ്മ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധമ്മേനെ വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ കേൾക്കുന്നത്, ഒരു പിശാച് ഒരു വ്യക്തിയെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയെ കൊണ്ട് ജപമാല മുടക്കിപ്പിക്കും. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പിശാചിനെ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്കറിയാം, ഈജിപ്തിലേക്ക് പലായനം ചെയ്ത മാതാവും ഉണ്ണീശോയെ കൊണ്ട് പലായനം ചെയ്ത യൗസപിതാവും മാതാവും, ഇവർ രണ്ടുപേരും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് ശത്രു വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ ഈജിപ്തിലേക്ക് പോയത്. അന്നേരം ഈ പരിശുദ്ധ അമ്മ ഈശോയെ കൊണ്ട് പോകുക ഈജിപ്തിലോട്ട്. അതായത് ഹെറോദേസ് വരുന്നുണ്ട്, അപ്പം ഈശോയെ കൊല്ലും. അപ്പം അതുകൊണ്ട് ജനിച്ച ഈശോയെ കൊല്ലും. അപ്പം അതുകൊണ്ട് ഈജിപ്തിലേക്ക് പോകുക. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഈശോയെ സേഫ് ആക്കുക. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ജനിച്ച ഈശോ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ ജനിച്ചിട്ടുണ്ട്. ആ ജനിച്ച ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. അപ്പം നമ്മൾ ജപമാല എൻ്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അത് ഓർക്കണത്. ഞാനിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ജപമാല ചൊല്ലാൻ വേണ്ടി പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇത് ഒന്നും ചൊല്ലാതെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ആ പ്രലോഭനം, ഈ സെയിം പ്രലോഭനമായിരിക്കും എനിക്ക് വീണ്ടും വരുന്നത്. പക്ഷേ ഈ പ്രലോഭനം എന്നെ കീഴ്പ്പെടുത്തി ഞാൻ പാപത്തിലൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം എന്ത് കറക്റ്റാ, പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജപമാല ചൊല്ലാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ പാപത്തിലായിരുന്ന സമയത്ത് എനിക്ക് ജപമാല ചൊല്ലാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ കുമ്പസാരിച്ച് കയറി വന്ന് കഴിയുമ്പം എനിക്ക് ജപമാല ചൊല്ലാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിപ്പീറ്റ്. അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായത്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ആ ആത്മാവ് സേഫാണ്. പിന്നെ ഒരു പിശാചിനും എത്ര വലിയ പിശാച് വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവ് സേഫാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉണ്ണീശോയെ സേഫാക്കി. ഉണ്ണീശോ ഈ ലോകത്തിലോട്ട് വന്ന സമയത്ത് ഉണ്ണീശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിതാവ് ഒരുക്കിയ ആളല്ലേ പരിശുദ്ധ അമ്മ. അപ്പം ആ പരിശുദ്ധ അമ്മ ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. അപ്പം നമ്മളെല്ലാവരും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുക, ഈശോയ്ക്ക് വില കൊടുക്കുക. ശരിക്കും ഈ ലോകത്ത് വിലയുള്ള ഒന്നേ ഉള്ളൂ, ഈശോയ. വേറെ ഒന്നുമല്ല വിലയുള്ളത്. നമ്മുടെ ലൈഫിലേക്ക് സഹനങ്ങൾ വരുന്നു. എൻ്റെ ഈ രോഗം വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തലയിൽ പിറ്റ്യൂട്ടറിയിലാണ് ഈ ട്യൂമർ ഇരിക്കുന്നത്. ഈശോ എന്നോട് കാണിച്ച വലിയ കരുണ അത് ബ്രെയിനിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല. അപ്പം ഈ സാധനം എൻ്റെ 2 സർജറിയും കഴിഞ്ഞു, 1 റേഡിയേഷനും കഴിഞ്ഞു. സർജറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ
ആ സമയത്തൊക്കെ ഈശോ എനിക്ക് ഇട്ടുതന്നൊരു വടിയാണ്, എന്നെ ഇട്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ സഹനത്തിലേക്ക് കൊണ്ടുപോകുന്നേ ഉണ്ടല്ലോ, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ വിശുദ്ധീകരിക്കാൻ വേണ്ടി എന്നെ സഹനത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പം എൻ്റെ തലയിൽ ട്യൂമറുണ്ടെങ്കിലും ഈശോ എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ എനിക്കിത് തന്നിരിക്കുന്നത്. അപ്പം ഈ വിശുദ്ധീകരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി, അതായത് ഈശോ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, സഹനത്തിൻ്റെ ചൂളയിൽ അവനെ ഞാൻ ശോധന ചെയ്തു, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പം നമ്മുടെ ലൈഫിലേക്ക്, എൻ്റെ ലൈഫിലേക്ക് ഉണ്ടായിരുന്ന ഈ സാധനം വഴി എൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ 4 സൈഡിൽ ഇങ്ങനെ തുളയ്ക്കും. അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാം, നമ്മുടെ 4 സൈഡിൽ ഇവിടെ തുളച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ ഇട്ടിട്ട് ഒരു വലിയ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം ഇത് തുളയ്ക്കുന്ന സമയത്ത് നല്ല നല്ല വേദനയാണ്, കാരണം ഇങ്ങനെ ചോരയൊക്കെ വരും, ഇവിടെ ഇങ്ങനെ നല്ല പാടൊക്കെ വരും. അപ്പം എന്നെ ഇതിങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, ഇതിങ്ങനെ തുളയ്ക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പാടിയ പാട്ടാണ് നമ്മുടെ മുൾമുടി അടിഞ്ഞുകൊണ്ട് ഈശോ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇതിനു വേണ്ടി പോകുന്ന സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അത് മുന്നേ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും, ഇതെന്താ ട്രീറ്റ്മെൻറ്റ് ഇത്. അപ്പോൾ സംഭവങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം എനിക്കറിയാം എന്നാ ചെയ്യാൻ പോകുന്നതല്ലേ ഇത്. അപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോയി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ കുരിശിലെ ഈശോ ഉണ്ടല്ലോ, അപ്പോൾ ആ ഈശോയിലേക്ക് ഇങ്ങനെ നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈശോ ഇങ്ങനെ മുൾമുടി ധരിച്ചിട്ടല്ലേ ഈശോ നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എൻ്റെ തലയിൽ കുത്തി തുളയ്ക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഈശോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന പോലെ കുർബാനയുടെ സമയത്താണ് ഞാനിങ്ങനെ ചിന്തിക്കുക, എന്നെ ഈശോയുടെ തലയിൽ തറച്ച 4, അത്രയും വലുതൊന്നും അല്ല, എന്നാലും അതിൻ്റെ ചെറിയൊരു അംശം 4 എണ്ണം എൻ്റെ തലയിലും കുത്തി കയറുന്നു. അതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ട. ഈശോ എന്തിനാ സഹിച്ചേ? ഈശോ പ്രാർത്ഥിക്കുന്നില്ലേ എന്നാ, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞേ. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ ഇങ്ങനെ സഹിച്ചു, കുരിശിൽ കിടന്നു മരിച്ചു. അങ്ങനെ ഈശോ നമുക്ക് വിശുദ്ധീകരണം തന്നു. അങ്ങനെ നമ്മൾ ഈശോ വിശുദ്ധീകരിച്ചു. നമുക്കും നിത്യത എന്നൊരു വലിയ ഗിഫ്റ്റ്, ആ വലിയ ഗിഫ്റ്റ് ഈശോ കുരിശുമരണത്തിലൂടെ ഈശോ നമുക്ക് തന്നു. അപ്പം അതുപോലെ നമ്മൾ സഹിക്കണം. ഈശോ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈശോ സഹിച്ചു. ഈശോ സഹിച്ചുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം നമുക്ക് കാണിച്ചു തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഈശോയോട് നമ്മുടെ സ്നേഹം നമ്മൾ കാണിക്കുമ്പം നമ്മൾ സഹിക്കണം. എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു വിശുദ്ധ ജമാ ഗൽഗാനി. ഈ വിശുദ്ധ ജമാ ഗൽഗാനിക്ക് ഉണ്ടല്ലോ കാലിനൊരു വലിയ എന്തോ ഒരു അസുഖം വന്നേ. അപ്പോൾ ഈ ജമാ ഗൽഗാനി ഇങ്ങനെ പറയുക, വാശി പിടിച്ച ഒറ്റ കാര്യത്തിന് വേണ്ട, അസുഖം മാറ്റിത്തരാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. അവൾ പറഞ്ഞെന്നാണെന്നറിയോ, എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുക, ഈ സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് അനസ്തേഷ്യ തരരുതെന്ന്. ഈ കാല് കീറി മുറിക്കുന്ന സമയത്ത് അനസ്തേഷ്യ എനിക്ക് വേണ്ടാന്ന്. എന്നിട്ടുണ്ടല്ലോ അവൾ ക്രൂശിതനെ നോക്കി ക്രൂശിതനിൽ കണ്ണുറപ്പിച്ച് അനസ്തേഷ്യ ഇല്ലാത്ത സർജറി ചെയ്തു. അപ്പം ഞാൻ ചിന്തിക്കും, എന്നാ വലിയ സ്നേഹമാണ് കാണിക്കുന്നത്. അവരൊക്കെയല്ലേ വിശുദ്ധരായിട്ട് മാറിയത്. അവരൊക്കെയല്ലേ സഹനം എടുത്തവരല്ലേ വിശുദ്ധരായിട്ട് മാറിയത്. സഹനം പോയവരാണ് വിശുദ്ധരായത്. രോഗം എടുത്ത അൽഫോൻസാമയല്ലേ വിശുദ്ധയായത്, അല്ലാതെ രോഗം മാറിയ ആൾക്കാരാണോ? അപ്പം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളും കുഞ്ഞു കുഞ്ഞു സഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ട. കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു അശുദ്ധിക്കും പ്രവേശനമില്ല. നമ്മുടെ അടുത്ത് ഈശോ പറയുന്നില്ലേ, വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്, എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവ് ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നത് ഈശോയ്ക്ക് സ്വീകാര്യമായതുകൊണ്ടാണ്, ഈശോയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫിലേക്ക് ഈശോ സഹനം തരുന്നത്. അതൊക്കെ നമ്മൾ അതുപോലെ സ്വീകരിക്കുക. അല്ലാതെ ഈ സഹനം വേണ്ടാന്ന് മാറ്റി വയ്ക്കരുത്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ മനുഷ്യന്മാരിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുക. ഇവരുടെയൊക്കെ തോളിൽ വലിയ വലിയ കുരിശാ. അവരൊക്കെ കുഞ്ഞാൾക്കാർ വലിയ കുരിശാ തോളയിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ അതിനകത്ത് ഒരാൾ പ്രാർത്ഥിക്കുക, എൻ്റെ ഈ കുരിശിൻ്റെ വലുപ്പം ഒന്ന് കുറച്ച് തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആദ്യം പ്രാർത്ഥിച്ചു, എന്നിട്ട് കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കി, പക്ഷെ കട്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈശോ എടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് മുറിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ ചെറിയ കുരിശായി മാറി. സിമ്പിളായിട്ട് മറ്റാൾക്കാരെക്കാൾ സ്പീഡിൽ ഈ ആൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ടല്ലോ വലിയ പാലമാണ്. ഈ വലിയ പാലത്തിന് അവിടെ എത്തി കഴിയുമ്പോൾ ഇയാൾക്ക് അറിയത്തില്ല എന്നാ ചെയ്യണം. അപ്പുറത്ത് കിടക്കണമല്ലോ, എന്നാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾക്ക് അറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. അപ്പോൾ ഉണ്ടല്ലോ ഇയാൾ ഈ മറ്റേ ആൾക്കാരൊക്കെ പുറകെ വരുന്നുണ്ട്. അവർ വലിയ കുരിശെടുത്തോണ്ടാണ് വരുന്നത്, അവരെക്കാളും വലുതാണ്. എന്നിട്ട് ഇവരിങ്ങനെ ചോദിച്ചു, എന്താ ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പം പെട്ടെന്ന് ഈശോ പറഞ്ഞു, നിങ്ങൾ ആ കുരിശെടുത്തിട്ട് ഇങ്ങനെ പാലത്തിൻ്റെ ഇങ്ങനെ പാലം പോലെ ഇങ്ങനെ ആ ഇടവില്ലേ, ആ ഇടവിൻ്റെ അവിടെ പാലം പോലെ വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ
പൊക്കത്തോടെ കയറി പൊക്കോ, അവൻ്റെ അപ്പുറത്ത് പൊക്കോ. എന്നിട്ട് ഈ മുറിച്ച മനുഷ്യനുണ്ടല്ലോ, കുരിശ് മുറിച്ച് കളഞ്ഞില്ലേ, അയാളും ഇങ്ങനെ അതെടുത്ത് നോക്കുന്ന സമയത്ത് എത്തുന്നില്ല, അപ്പുറത്തേക്ക് എത്തുന്നില്ല, കുരിശ് മുറിച്ച് കളഞ്ഞല്ലോ. അപ്പം എന്നെ ഈശോ എടുത്ത് പ്രാർത്ഥിച്ചു, ഇനി ഞാൻ എന്നാ ചെയ്യുക? അപ്പം എന്നെ ഈശോ അതിനേക്കാൾ ആദ്യം ഉണ്ടായിരുന്ന കുരിശിൻ്റെ അതേ സൈസുള്ള കുരിശ് വീണ്ടും എടുത്തു കൊടുത്തിട്ട് ഇയാൾ അത് പാലം പോലെ വെച്ച് അപ്പുറത്തേക്ക് കിടന്നു. അയാൾ ആ കുരിശ് എടുത്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോവുക. അപ്പം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരിശുകൾ തരും. ഈശോ പറയുന്നില്ലേ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാണ്. അപ്പം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ കുരിശുകൾ ഈശോ തരുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് അതുകൊണ്ട് എന്തോ ഒരു പദ്ധതി ഉണ്ട്. ചിലപ്പോൾ ഈ കുരിശുകൾ തന്നെയായിരിക്കും മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം കുരിശുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിയൊന്നും വെക്കരുത്. ഈശോ തരുന്ന കുരിശുകളൊക്കെ ആമയും പറഞ്ഞ് സ്വീകരിക്കണം. കാരണം നമുക്ക് നിത്യതയിൽ എത്തണമെങ്കിൽ നമ്മൾ പ്യുവർ ആവണം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. എന്നാലേ നമുക്ക് നിത്യതയിൽ എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം ഈ ലോകത്ത് വിലയുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ, അത് ഈശോയാ. നിത്യതയാണ്, നിത്യജീവനുണ്ട്, മരണമുണ്ട്, സ്വർഗമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ യാത്ര ചെയ്ത് പോവെങ്കിലും നമ്മൾ മരിച്ച ശേഷം നിത്യതയിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ലൈഫുണ്ട്. അവിടെ നമുക്ക് ഈശോയുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയുടെ കൂടെ ജീവിക്കണം. ഈശോയുടെ കൂടെ ജീവിച്ച് ഈശോയ്ക്ക് പ്രീതികരമാവുന്ന ജീവിക്കണം. എന്നാലേ നമുക്ക് നിത്യജീവിതത്തിൽ ഈശോയുടെ കൂടെ എത്തിച്ചേർന്ന് ഈശോയുടെ കൂടെ അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എന്നെ ഇത്രയും കേട്ടിരുന്നത് എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്.